ഞാൻ നിന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എല്ലാം ചോദിക്കുന്നവരാണ് എന്തിനാ ബ്ലോക്ക് അടിച്ചത്. അത് ആരും ബ്ലോക്ക് അടിച്ചതല്ല. അപ്പോൾ എൻ്റെ അക്കൗണ്ട് 2 അക്കൗണ്ട് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞ വ്യക്തിനെ ഇത് ഇവൻ്റെ പേര് കിളി എന്നാണ്. ഇവന് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. ഇവൻ്റെ അക്കൗണ്ട് കളഞ്ഞത് ആരാണെന്നറിയാവോ? നമ്മുടെ കഥാ വില്ലത്തി. ഓ, വായി തോന്നി വിളിച്ചു പോയാലോ എന്ന്. ആ, ചെക്കൻ്റെ കൂടെ നല്ല ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അക്കൗണ്ടൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. അത് വേറെ കാര്യം. ആ, ഇതുപോലുള്ള റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കെതിരെ ഒന്നും ചെല്ലാൻ നന്നായി. കാരണം തിരിച്ചിട്ട് അടിക്കാനാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. അതിന് വീഡിയോ വേണമെന്നില്ല സൈഡിൽ. അതും കൂടെ ആലോചിച്ചാൽ നല്ലതായിരിക്കും. എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വന്ന് വിളമ്പുന്നുണ്ടല്ലോ. ഈ വിളമ്പുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കുക, തിരിച്ച് ഇതുപോലുള്ളത് നമുക്ക് കിട്ടുമ്പോൾ ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു നിലവാരമുണ്ട്, അതങ്ങ് ഇല്ലാണ്ടാവും. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓ, എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം പോലെ ചെക്കൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലല്ലുവിൻ്റെ കൂട്ടുകാരനാണ് ഈ പയ്യൻ. ഇപ്പോൾ പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ, നോക്കാം നമുക്കിനി എന്താണെന്ന്. എല്ലാവരും ഈ അക്കൗണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയ അക്കൗണ്ടാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ മീറ്റ് ചെയ്യാൻ വരാം. അപ്പം എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഓക്കെ, സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറ്റുവാണെങ്കിൽ കിളി എന്നങ്ങണ്ട എൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് പോയി തപ്പുക. ഇൻസ്റ്റയിലോ ഈ പറയുന്ന യൂട്യൂബിലോ അതിനകത്തുണ്ടോ? ഇൻസ്റ്റ കണ്ട് വിളിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ ലിങ്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവൻ ലല്ലുവിൻ്റെ ഫ്രണ്ട് അങ്ങാണ്ടാണ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ആ, കുത്തുണ ശതമാനം രണ്ടുപേരും കൂട്ടുകാരാ. ഓക്കെ, അങ്ങനെ ഫസ്മിനയുടെ എക്സ്പോസ് ആയിട്ടുണ്ട്. ശരിക്കും ലൈഫ് ഓഫ് അനന്തിൻ്റെ വീഡിയോ ഇത് കാണണമായിരുന്നു. ഞാൻ ഇന്നലെ ഇരുന്ന് മൊത്തം കണ്ടു. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് ആ ചാനലാണെങ്കിൽ നല്ല സബ് ചെയ്യുക. കൂടുതൽ സ്ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അറിയാലോ, ഹെയറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഈ നീരും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ആ പട 2 ഡ്രസ്സാണ് മാറിയും കയറി ഇങ്ങനെ ഇട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. ഓ, പിന്നെ കുളിച്ചിട്ട് ഒരു 10 ദിവസം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റിനൊക്കെ ഇത് കാണുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും. എന്തായാലും അനന്തു അങ്ങോട്ട് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വെക്കാം. ഓ, പുള്ളിക്കാരൻ അങ്ങ് 1 man ഷോ ആണ്. എന്ത് ചെയ്യാനാണ് ഈ ഒരു കാര്യത്തിൽ അനന്ത് ചേട്ടന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചത് ആ വീഡിയോ അടിയിൽ ഇവിടെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചില്ല, എങ്കിൽ ഞാൻ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. എൻ്റെ പോലും ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് ഇതുപോലെ കള്ളം പറയുന്ന ഒരു സ്ത്രീ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇവർക്ക് പോയി ഒരു പെൺകുച്ച മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവളെ തെറി വിളിക്കുകയൊക്കെ ചെയ്ത് അവളെനിക്ക് വോയിസും സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാൻ വെക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ മനസ്സിലായി, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാണിക്കാന്ന് പറയത്തില്ലേ. ആ ഡയറിയുടെ കേസായിട്ട് എല്ലാവരും ചോദിച്ചിട്ട് അവൾക്ക് സമയമില്ലെന്ന് പോലും. അനന്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ 3, 4, 5, 6 ലൈവ് ഇട്ടവളാണ് അവൾക്ക് ആ ഡയറിയുടെ കേസായിട്ട്. കാരണം കേരളത്തിൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ലേ, ഈ മലപ്പുറം, കോഴിക്കോട് പിന്നെ ആ കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് ഇവിടെ അറിയത്തുള്ളൂ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇവറ്റ ആളെ അറിയത്ത് പോലും ഇല്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു മനുഷ്യനും അറിയത്തില്ല. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പില്ലാത്തവർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിലുള്ള സ്ക്രീൻഷോട്ട് ആണ് വെക്കാം. ഇതാണ് സ്ക്രീൻഷോട്ട്. ഹലോ, ലല്ലുവായിട്ടുള്ള ഇയാളുടെ ചാറ്റ് കോൾസ് കേൾക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരാണാവോ? ഫസ്മിന ആ പേര് പറഞ്ഞു. ബ്ലോക്ക് ആക്കിയില്ലേ കോൾ അവൻ? സാരമില്ല, ഒരു മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന 2 ഇമോജിയും കൂടെ. ഇത് സംഭവം മനസ്സിലായ? ലല്ലുവിന്റെ ഫോണിൽ എന്റെ ഫോൺ നമ്പർ കണ്ടിട്ട് അവന്റെ കാമുകയാണ് ഞാൻ, അല്ലെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ സെറ്റപ്പാണ് ഞാൻ പറഞ്ഞ് എനിക്ക് അയച്ചു മെസ്സേജ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ വോയിസ് അയച്ചപ്പോൾ അയ്യോ അനന്തുമായിരുന്നു, വാവ് ഇയാളുടെ നെയിം ഗേളിന്റെ നെയിം സേവ് ആക്കി, ഐ ഡോണ്ട് നോ ഇറ്റ് വാസ് യു ബ്രോ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ലല്ലുവിന്റെ മെസ്സേജ് വരും. വാട്സപ്പില് ആ ചാറ്റ് നോക്കിയ ടൈമില് അവിടുത്തെ വാട്സപ്പിലുള്ള ഏതൊക്കെ നമ്പർ ഒക്കെ ബാക്കിൽ നിന്ന് ഫോൺ വീഡിയോ എടുത്തിട്ട് അത് അയച്ചു കൊടുത്തിരുന്നു. അതിന്റെ എലിമാർക്കും അതേമാതിരി ഫ്രണ്ടിനും മെസ്സേജ് പോയിട്ടുണ്ട്. എന്നോട് ഒന്ന് പറയുന്നുണ്ട്, അതിനെ കുറിച്ചാണ് മെസ്സേജ് വന്നിട്ടോ എന്തെങ്കിലും ഇതാക്കിക്കണോ. അപ്പൊ ഇതാണ് സംഭവിച്ചത്. സഫ എവന്റെ ഫോണിൽ നിന്ന് കണ്ട് എവന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാത്ത നമ്പർ ഫോട്ടോ എടുത്ത് എവിടെ അയച്ചു കൊടുത്തു. എവിടെ കുത്തി മെസ്സേജ് ചെയ്യാം, ലല്ലുവിന്റെ പുതിയ സെറ്റപ്പിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് മെസ്സേജ് അയക്കുന്നത് ഇയാളും അവളും തമ്മിലുള്ള എല്ലാം കണക്കാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്തോ നട ഇതൊക്കെ ഞാൻ അറിയാൻ വയ്യത്തോട് ചോദിക്കുക. കൂടെ നിന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയത്തില്ലേ. സഫയും ലവനുമായിട്ടൊന്ന് സെറ്റായി എന്ന് പറയുന്നു. പിന്നെ പറയുന്നു അടിച്ചു പിരിഞ്ഞെന്ന് പറയുന്നു. എനിക്ക് ചേച്ചിയുടെ വീഡിയോ ഞാൻ വെച്ച് തരാം. അപ്പോൾ ഈ സംശയം കൊണ്ട് ഓരോ മെസ്സേജും കാര്യങ്ങളും അയക്കുമ്പോൾ അനന്തുവാണെന്നുള്ള രീതിയിലാണ്. ഇനി അത് ക്രിയേറ്റ് ചെയ്താണെന്നും പറയാൻ പറ്റത്തില്ല. ഇവള് അനന്തുവിൻ്റെ നമ്പറാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവിടെ ഒരു 1 hour ഇതുണ്ടായിരുന്നു വീഡിയോ, അതൊന്ന് വെച്ച് തരാം. പിന്നെ ഞങ്ങളെല്ലാവരും മൈക്ക് വെച്ചോണ്ടല്ലേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയൊന്നും ഇല്ല മോളെ. ആരും അങ്ങനെ മൈക്ക് വെക്കാൻ ആരും എന്നല്ല, 3-4 യൂട്യൂബേഴ്സിനെ അറിയാം മൈക്കില്ലാതെ സംസാരിക്കുന്നവരൊക്കെ. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലയോ.
സംസാരിക്കുന്നത്. ഇനി ഇത്രയും ദിവസം 2 ദിവസം വീഡിയോ ഉണ്ടാക്കാൻ ചോദിക്കുന്നവർക്ക് എനിക്ക് ഏത് നേരം വീഡിയോയുടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. പേഴ്സണലി നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതെ, വല്ലവന്റെ കാര്യങ്ങൾ തപ്പിപ്പോണം. മുൻ ഭർത്താവിന്റെ കാമുകി ഇപ്പോഴത്തെ ആരാണെന്ന് കണ്ടുപിടിക്കണം, അതെടുത്ത് സോഷ്യൽ മീഡിയ ഇടണം, എന്നിട്ട് അത് നാട്ടുകാരെ കൊണ്ട് തെരുവിളിപ്പിക്കണം. ഇതൊക്കെയല്ലേ ചേച്ചിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ. കാരണം ഇത് പറയാൻ ഉള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ യൂട്യൂബേഴ്സും റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെല്ലാം കുടുംബശ്രീയാന്നുള്ള രീതിയിൽ ചേച്ചിയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. എനിക്കത് കാണുമ്പോൾ ചിരി വരും, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇത് ആരാ പറയുന്നേ, ആരാ പറയുന്നത്? സോഷ്യൽ മീഡിയ ഇട്ട് കൊടുക്കുന്ന എന്തിനാ? നാട്ടുകാർ കാണാൻ വേണ്ടി. ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്മിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഫസ്മിനിക്ക് അത് ഇഷ്ടപ്പെടും. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ കുടുംബശ്രീ ആക്കി കളയും. പറ. ഇപ്പോൾ പല രീതിയിൽ വായിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഓണസ്റ്റ് ആയിട്ട് പോയിന്റ് ഐ ഡോണ്ട് കെയർ ബിക്കോസ് കുछ भी हो मुझे कुछ नहीं फर्क पड़ता. അതാണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് വീഡിയോ ഞാൻ എന്തൊക്കെയോ ഹിന്ദി കിടന്ന് പറയുന്നു. എന്ത് പത്തായാലും ശരി. അവന്റെ 2 ലക്ഷത്തിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡയറിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഡയറിയുടെ കാര്യമല്ല ഈ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ഇന്റർവ്യൂ ഓർഡറിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഡയറി എന്ന് ദസ്വി ചൊല്ലുന്ന പോലെ ഡയറിനെ പറഞ്ഞുകൊണ്ടിരുന്ന ഡയറി വോണ്ട് കം ഇൻ ദാറ്റ് വീഡിയോ. ഞാൻ പറയുന്നുണ്ടല്ലോ. അയ്യേ, നമുക്കറിയേണ്ട കേസ് ആയിട്ട് അതല്ലയോ? കാരണം ഞാനൊരു കാര്യം പറയാം. നേരത്തെ സഫ ഓരോ കാര്യങ്ങൾ എന്താ പറയണ്ടേ, സഫ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ അതിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് പോയിന്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കുമായിരുന്നു. ആ ഫസ്മിനിക്ക് എന്തുകൊണ്ട് ഡയറിയുടെ കേസ് ഇട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു ഡയറി ഉണ്ടാക്കുവാണെന്ന് തോന്നുന്നു. പുതിയൊരു ഡയറിയൊക്കെ ഉണ്ടാക്കി എഴുതി പിടിപ്പിച്ച് ഇനി വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമായിരിക്കും. എന്നിട്ട് ആ ഡയറിക്ക് ഇതായിരുന്നു എൻ്റെ ഡയറി, മറ്റേതായിരുന്നു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പുള്ളി പോയി ഇമേജ് എന്തായാലും പിടിച്ചെടുക്കും. ഏതറ്റം വരെ പോയാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സത്യം പറയാലോ, അത് ഈ എടുത്ത സമയത്ത് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് ഇവിടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊച്ചമ്മ ഏത് തരമാണ്. ജീവിതത്തിൽ ഇപ്പൊ എന്താ ഫസ്മിനെ ആളുടെ കൂടെ പോയി, ഫസ്മിനെ ലല്ലു ഉള്ളപ്പോൾ ഞാൻ ആളുടെ കൂടെ പോയാൽ ഫസ്മിനെ കഞ്ചാവാണ്, ഫസ്മിനെ കല്ലാണ്, ഫസ്മിനെ സ്കോറാണ്, ഫസ്മിനെ മറ്റതാണ്. ഡ്യൂഡ്, കേരളത്തിൽ ഗോൾഡിന്റെ വിലയേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഫസ്മിനയുടെ ഡയറിയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് കുൽസിതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാജഡി അത്രയും കുൽസിതപരമായിട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് കേരള സമൂഹം. ഓക്കെ, അതെ അതെ അതെ, അത് കറക്റ്റ് കാര്യമാണ്. അറിയാമല്ലോ, ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രഗ്നൻസി വ്ളോഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ പിന്നീടുള്ള ഈ അതുപോലുള്ള അവിയത കേസ് കേട്ടൊക്കെ. എനിക്ക് തൊപ്പിയുടെ ഇവിടെ ഇങ്ങോട്ട് ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരുത്തൻ്റെ അടുത്ത് പോയ ഒരു ഒമേഗയ്ക്കകത്താന്ന് തോന്നുന്നു, എന്തോ ഏതാണ്ട് കാണിക്കുക അങ്ങനെ ചെയ്ത് ആ തുണി പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ പൊന്നു, അന്ന് ആളിങ്ങനെ വായും പൊളച്ച് ഇങ്ങനെ ഇരുന്ന ടീമാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവിടെ എന്താ പറയണ്ടത്, നിന്നെപ്പോലെ എപ്പോഴും ഈ വാണക്ക് അങ്ങനത്തെ സംസാരങ്ങൾ, മയിലും കുയിൽ തൈര് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് തന്നെ ഒരു വില സമൂഹം തരും. ഉള്ള കാര്യം പറയില്ല. ഇപ്പോഴത്തെ എല്ലാവരും ഒരു ട്രെൻഡാണ് ഈ മൈക്ക് ഇതൊക്കെയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലാണ്. ഇവിടെ എപ്പം നോക്കിയാലും അത് പറച്ചിലാണ് ഇവിടെ സ്ഥിരം പരിപാടി. എപ്പോൾ പറച്ചാലും അപ്പം തന്നെ ഇവിടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ. പറ കേക്കട്ടെ. ഇൻക്ലൂഡിംഗ് മീ, ഞാനവിടെ ഉണ്ടായ ജനറേഷനിൽ അപ്പോൾ ഇവിടെ ആരും മറ്റേ മാന്യത കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻസ് ഒന്നും ഞങ്ങൾ കാണാറില്ല, ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണാറില്ല. നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റാഫ് മാത്രം യൂട്യൂബിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ ഫക്ക് ദാറ്റ് ഷിറ്റ്. നോബഡി ഡസ് ദാറ്റ്. എല്ലാവരും കുറിച്ചും തന്നെ കാണുന്നത്. അപ്പം ആരും ഭയങ്കര എല്ലാവരും കുളിസലം തന്നെയാണ് കാണുന്നത്. അപ്പൊ പിന്നെന്താ നിനക്ക് ഇത്രമാത്രം ഉപദേശിക്കാൻ എന്താ യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയില്ല. പറ. പിന്നെ വേറെ ചില പട്ടി നായക്കാട്ടം യൂട്യൂബേഴ്സ് പേരിട്ട് പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം റീച്ച് എനിമോർ. അതാരാണോ ഈശ്വരാവോ? ഇനി നമ്മളൊക്കെ കാണുമോ ആ കൂട്ടത്തില? ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്നു ഫസി, നീ കാണുന്നതിനേക്കാളും മുമ്പ് ഇവിടെ അത്യാവശ്യം ആൾക്കാരെ കാണാൻ തുടങ്ങിയതാണ്. നീ ഫേമസ് ആയത് തൊപ്പി എന്ന് പറയുന്ന ഒറ്റ ഒരുത്തിന്റെ കാര്യം കൊണ്ടാണ്. അല്ല, നിന്നെ ഒരു പട്ടിക്ക് പോലും അറിയത്തില്ല. പറഞ്ഞു മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാം, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമില്ല. ചില കേസുകളിലും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് നിരപരാധിയായിട്ടുള്ളവരെ അത് കറക്റ്റായിട്ട്, അതായത് ഓരോരുത്തരന്മാർ ശിക്ഷ വിധിക്കുമല്ലോ, ഇവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് അവന്മാർ നിരപരാധിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല കാര്യത്തിലൊക്കെ. നിന്നെ കൊണ്ടൊക്കെ എന്ത് പറ്റിയിട്ടുണ്ട്? സ്വന്തം ഭർത്താവിൻ്റെ ചാറ്റ് ഇത് തന്നെ ഒരു 500 വട്ടം ഇടുകയും ചെയ്യും, അപ്പുറത്ത് വേറെ ഒരുത്തിനെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ രീതിയിലെ സംസാരവും കാര്യങ്ങൾ. കാരണം ഇത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പം ഫസ്മിന് ആ ഒരു ഡയറിയുടെ കാര്യം തെളിയിച്ചില്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ വിചാരിക്കും വേറെ ഒരുത്തിനെ വെച്ചുകൊണ്ടിരിക്കും. ആ രീതിയിലെ കാര്യങ്ങൾ പോകത്തുള്ളൂ. മനസ്സിലായോ? പറയാൻ ഒരു യോഗ്യതയില്ല. അതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്ന പരിപാടി അങ്ങ് നിർത്തുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അവരെല്ലാം തപ്പിക്കൊണ്ട് വരുന്നതിനും അതുകൊണ്ടാണ് നിന്നെപ്പോലുള്ളവരൊക്കെ എക്സ്പോസ് ആവുന്നത്. ഇങ്ങനെയുള്ള ഒറ്റ ആൾക്കാർ എനിക്ക് പറയുന്നത്, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ എന്നെ തന്നെ വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നതല്ല, നമ്മൾ വെറുതെ പറയും. നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇവിടെ കണ്ടന്റ് എത്ര ചെയ്യുന്നുണ്ടെന്ന്. ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ട് 3000 വ്യൂ മാത്രമേ കണ്ടുള്ളായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പം പൊളിറ്റിക്സ് ഇട്ടാൽ എനിക്ക് അതിനേക്കാളും വ്യൂ കിട്ടും. രേണു സുധി സ്ഥിരം ഇടുന്നൊരു വ്യക്തിയാണ്. അതൊക്കെ ഇട്ടാൽ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറേ കള്ള ടീംസുകളുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ ഇവർ മണ്ടരാക്കുന്നത്. അതുകൊണ്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മളിത് ചെയ്യുന്നതാണ്, നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇതാക്കുന്നതാണ്. എന്റെ ഒരു വീഡിയോയ്ക്ക് 4 റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണ് പറയും? എന്റെ ഒരു വീഡിയോയ്ക്ക് 1 റിയാക്ഷൻ ആണെങ്കിൽ ഓക്കെ,
കണ്ടന്റ് എനിക്ക് മനസ്സിലാവും. പക്ഷെ അനന്തു ചേട്ടനിട്ടായി പറയുന്ന ഒരു വീഡിയോക്ക് 4 റിയാക്ഷൻ. ഇവിടെ ഒരു സംഭവത്തിൽ തന്നെ 30 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു കേസിന്റെ തന്നെ. പിന്നെ രേണുസുതി വിഷയത്തിൽ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള അതുൽ വ്ളോഗ്സ് തന്നെ ഇട്ടിട്ടുണ്ട് ഒരു 1000-800 വീഡിയോളം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് അതിനൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ച് റീച്ചിനാണ് നമുക്ക് തോന്നൂലേ? ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കിയാണ് വീഡിയോ. അതുപോലെ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ അതിന് പൈസ തന്നെയാണല്ലോ വാങ്ങുന്നത്, അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നല്ലോ വാങ്ങുന്നത്, അല്ലല്ലോ അല്ലേ? അല്ല, നീ ഇത് പറയുന്ന കേട്ടാ നീ വലിയ സംഭവമാണ്, വലിയ മാസ് അടിക്കുവാന്നാണ് വിചാരിക്കുന്നത്. ഈ സത്യം പറയല്ലോ, ഒരു കോമാളി ഇരുന്ന് സംസാരിക്കുന്ന പോലെയായിട്ടാണ് ആക്ച്വലി നമുക്ക് ഫീൽ ആവുന്നത്. പറ. ഓക്കെ, സോ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് പിന്നെ വേറെ കുടുംബശ്രീയുണ്ട്. അപ്പുറത്ത് അസുഖത്താത്ത ആളുടെ കൂടെ പോയി, ഇപ്പുറത്ത് മജീദ് അവരുടെ കൂടെ പോയോ? അതെ, ജിമ്മിന്റെ അടിയില 3000 രൂപ, ജിമ്മിന്റെ അടിയില നിൽക്കുക, ഞാൻ 3000 രൂപ ഇട്ട് തരാം, നീ എടുത്തോണ്ട് വരുവോ? ശരിയാ, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല, ചാറ്റ് നമ്മളും കണ്ടതാ. നടക്കുന്നത് എന്ന് ഉച്ച നോക്കുന്ന ഒരു കുടുംബം. അയ്യോ, കുടുംബശ്രീ ഇപ്പൊ തന്നെ ഈ പറയുന്ന സാഫ എങ്ങാണ്ട് ലല്ലുവിന്റെ ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ലല്ലുവിന്റെ കമുകയാണോ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നത്. അപ്പൊ തന്നെ ഇവിടെ നിലവാരം എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഇത് കുടുംബശ്രീയാണോ കുക്കുടുംബശ്രീയാണോ എന്ന് ആർക്കറിയാം? ചാനൽ ഇത്രയും കുടുംബശ്രീയായിട്ടുള്ള വേറെ ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ക്യാരക്ടർലെസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഇത് ഭർത്താവിനെ കുറിച്ച് വന്നിട്ടില്ല, പറയുന്നില്ല. ഓക്കെ, ഞാൻ വേറെ എല്ലാവരുടെ കുറിച്ച് എടുത്തിട്ടില്ല. പക്ഷെ ഇത് കുറിച്ച് മാത്രമേ ഉള്ളൂ. ആൻഡ് ബയോയിൽ 2 അക്ഷരത്തിൽ കൊടുത്തേക്കുന്നുണ്ടാവും. പാസിംഗ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോൺട്രവേഴ്സീസിനുള്ള ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. വാട്ട് ക്ലാരിഫിക്കേഷൻ? ഇനി ആളുടെ കൂടെ പോയതാണ്, അതാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസിങ് എന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് നമ്മളിത് കണ്ടനാക്കുന്നില്ല. അയ്യോ, നമ്മളൊക്കെ വെറും സീരിയസ്ലി ഈ ഫസ്റ്റ് പറഞ്ഞ ഈ എച്ചിപ്പട്ടി ഈ വാണാൻ ഞാൻ സ്റ്റോറി ഇട്ട പോലെ അത്രയും അഡിക്ഷൻ ആണ്. എന്താ കൂട്ടാ, എനിക്ക് എന്നോട് അത്രയും ആരാധന മൂത്തിരിക്കുവാണോ? ആരാധന മൂത്തിട്ട് നിങ്ങൾക്ക് എന്റെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റും. എന്റെ വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ ഇട്ടാ 5 പാർട്ടിൽ കട്ട് ചെയ്തിരുന്നവരാണ് എന്നോട് പറഞ്ഞത്, നീ ലല്ലുവിനെ വെച്ച് എത്ര വീഡിയോ ഇട്ടീന്ന്? തൊപ്പി വെച്ച വാണം പറയുമ്പോൾ ആരും വിചാരിക്കുന്ന എക്സ് ആണ്. മൈ എക്സ് വെരി ഗുഡ് പേഴ്സൺ. ഞാൻ എക്സിനെ പറയുന്നതല്ല, തൊപ്പി വെച്ച വേറൊരു വാണം. ഓക്കെ, അയ്യോ, എന്റെ എക്സ് നല്ല പേഴ്സൺ ആണെന്ന് പിന്നെ എന്തുകൊണ്ട് അവനെ വേണ്ടാന്ന് വെച്ചത്? വേറൊരുത്തിന്റെ കൂടെ പോയ എന്താണ്? അതങ്ങനെയാണ്. ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്. ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവനെ ഇട്ടിട്ട് വേറൊരുത്തിനോട് പോയി കഴിയുമ്പോൾ അവിടെ പണി കിട്ടുമ്പോൾ മറ്റവൻ നല്ല പേഴ്സൺ ആണെന്ന് അവൻ തൊപ്പി തുറന്ന് വല്ലൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഭസ്മമായി പോലെ. പിന്നെ ഒരു പെണ്ണായോണ്ടായിരിക്കാം ചിലപ്പോൾ വെറുതെ വിട്ടത്. അത് മനസ്സിലായിട്ടുണ്ടോ? ആ വാണം വീഡിയോ കാണുന്നവരാ. സോ ആ വാണം വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഓക്കെ, കാണാമൃഗത്തിന്റെ തൊലിക്കെട്ട് നമ്മൾ ഐഡിയ വിട്ട് കാണാമൃഗം. സോ എനിക്ക് കാണാമൃഗത്തിന്റെ തൊലിക്കെട്ടുണ്ടാവും. ഇത് കാണുന്ന ഒരു ജഗി എന്തൊരു അങ്കാരാണ്, നമുക്ക് തന്നെ വേണം. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ലിവ് ദ ലൈഫ് വേർ സ്വന്തം ഹസ്ബൻഡ് വീഡിയോയുടെ മുന്നിൽ പോയിട്ട് അവളുടെ പ്രഗ്നൻസി എനിക്ക് അല്ലായിരുന്നു എന്ന് പറഞ്ഞ അത്രയും അതേ കൂടുതൽ അത് സഹിച്ചിട്ടുള്ള തൊലിക്കെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമന്റ്സ് ഇതാവുന്ന തൊലിക്കെട്ടോ. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെൺപിള്ളേർ, ഓക്കെ, ഇഫ് യു മാരിഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ് ആൻഡ് അറ്റ് 1 point നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്റെ കുട്ടിയല്ല വേറെ ആരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്ന ആലോചിക്കുക. അപ്പൊ അത്രയുള്ള ഒരു കാര്യം ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ലിവിംഗ് വിത്ത് ആൻ ആസ്ഹോൾ. ഓക്കെ, പിന്നെ പറയുന്നത് പണ്ട് വീഡിയോസ് ഡെയിലി വരുമായിരുന്നു, ഇപ്പൊ അതാവുന്നില്ല, ഇതാവുന്നില്ല, അവള് റീസൺ ഉണ്ടാക്കണം, അവർക്ക് ഫോണില്ലാണ്ട് ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് മാനുവായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നത്. എനിക്കാണ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് എനിക്ക് വഹി ഇറങ്ങത്തൊന്നുമില്ല. എനിക്ക് ആലോചിച്ച് ചിന്തിച്ച് പറയാനുള്ള വഹി എനിക്ക് ഇറങ്ങത്തില്ല. ബിക്കോസ് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ പോയിന്റ് ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് എന്തിനെ പറ്റി പറയുന്നത്, എന്ത് കാര്യമാണ് എവിഡൻസ് വയ്ക്കുന്നത് വരെ എഴുതി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ എല്ലാ വീഡിയോസും ചെയ്തു. ആദ്യം തൊട്ട് ഇപ്പോൾ വരെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ ഡയറിയുടെ ഭാഗം ആരെയും പ്രതീക്ഷിക്കുന്നത് കുറെ പേര് പ്രതീക്ഷിക്കുന്നത് അറിയാം. യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ ബിക്കോസ് ദിസ് ഇസ് അബൌട്ട് പ്രഗ്നൻസി. ഇത് എന്നെ ബാധിച്ച ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറപ്പ് തോന്നിയത്. അറപ്പെന്ന് വെച്ചാൽ എനിക്ക് അവനെ പിടിച്ച് കൊങ്ങയ്ക്ക് കയറ്റി പിടിച്ച് അവന്റെ ചവാല കുറ്റി അടിച്ച് പൊട്ടിച്ച് അവന്റെ സാമാനം വെട്ടി എരിഞ്ഞ് അവൻ പുഴുത്ത് HIV എന്നല്ല AIDS വന്ന അവന്റെ എല്ലാ പാർട്സും ഇങ്ങനെ നമുക്ക് വേദന കൊണ്ട് ചാവത്തില്ലേ, അങ്ങനെ ചാവണം ഞാൻ വിചാരിച്ചു പോയി. ആ ഒരു മനസ്സിലേക്ക് ഒരിക്കലും എന്നോട് മാറുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ എങ്ങനെയാണ് പുഴുത്തൊരു ദിവസം എന്റെ മുന്നിൽ ചാവുന്ന എനിക്ക് കാണാനുള്ള ഭാഗ്യം ഭക്ഷണം ഉണ്ടാക്കി തൊട്ട് ഞാൻ ശരിക്കും തുക ചെയ്യുന്ന ആമീൻ. ഓക്കെ, ഓരോരുത്തരുടെ ഒരു മനസ്സേ. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന നമ്മുടെ തൊപ്പി ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കണ്ടട്ടെ എന്തോന്നാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഓരോന്നൊക്കെ തപ്പിയെടുത്ത് വരുവാണെങ്കിൽ ഇതിപ്പം ശരിക്കും ഭസ്മനയുടെ ഒരു ഇമേജ് തന്നെ പോയി തുടങ്ങി പറയാം. ഞാൻ കുറേ ഉണ്ട് ഇത് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോകാൻ വേണ്ടി മാത്രം വന്നതാണ്. ഒരു കാര്യത്തിൽ എന്താ പറയണ്ടേ, ആദ്യം എനിക്ക് ചെറിയ ഒരു വെറുപ്പൊക്കെ തോന്നിയൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒക്കെ അവർ ഒരുപാട് കഷ്ടതകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് ഇപ്പുറത്തൊരു സൈഡിൽ കൂടെ വേറെ പരിപാടി കാണിക്കുമ്പോഴേ അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം എനിക്ക് തോന്നുന്നു മറ്റേ പയ്യൻ്റെ കേസായിട്ടും അതൊക്കെ വെച്ചില്ല അവൻ പറഞ്ഞതായിരിക്കാം. സ്വയം ചിന്തിച്ച് നോക്കുക. ആ സമയത്ത് ഫസ്റ്റിന് വല്ല റിലേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും പ്രഗ്നൻസി അതും ഇതും മറ്റേത് മറിച്ചതൊക്കെ വരുമ്പോഴത്തേക്ക് സംശയം ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അനുഭവിക്കും. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. ഇത് ഇനിയും കിടപ്പുണ്ട് സാധനം, ഞാൻ സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയം. ഈ ഒരു വിഷയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ആ ഒരു കൊച്ചിൻ്റെ അക്കൗണ്ട് കളഞ്ഞതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ അതാണ് എടുത്തത് തന്നെ. ഒരു ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടൊക്കെ കളഞ്ഞ് അത് വലിയ സംഭവം ഒന്നും വരുന്നേണ്ട ആവശ്യമില്ല. അതൊക്കെ എടുക്കാനാണെങ്കിൽ സിമ്പിളായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. അതിനുള്ള ഇപ്പോഴത്തെ എല്ലാ ഇതുണ്ട്. പക്ഷെ അവനെ ഇതിൽ പോവുകയാണെങ്കിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യും. ചേച്ചിക്ക് പിന്നെ അത്യാവശ്യം എല്ലാം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുറേയൊക്കെ ഇനി കൺട്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആൾക്കാരെടുത്തിട്ട് കൊടുക്കും.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.